ഹരിഹർ നഗർ ട്രയോളജിയിലെ 4 ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവും അവരിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് നോക്കിയാലോ? ഗോവിന്ദൻകുട്ടി. വളരെ ധൈര്യമുള്ളൊരു ക്യാരക്ടറാണ് ഗോവിന്ദൻകുട്ടി. താൻ പറയുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. കൂട്ടുകാരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം വന്നാൽ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരാളാണ് ഗോവിന്ദൻകുട്ടി. അടുത്തത് മഹാദേവൻ. ഈ ഒരു ടീമിലെ ലീഡറും സ്മാർട്ടുമായ ഒരാളാണ് മഹാദേവൻ. എല്ലാ സമയത്തും തൻ്റെ കൂടെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ. എല്ലാ കാര്യത്തിലും തനിക്ക് ഒരുപാട് അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മഹാദേവൻ. ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നീണ്ടു നിൽക്കുന്നതിന് മഹാദേവൻ വലിയൊരു കാരണം. അടുത്തത് തോമസ് ഊട്ടി. കാണുമ്പോൾ വലിയ പ്രാധാന്യം തോന്നാത്ത ഒരു ക്യാരക്ടറായി തോന്നുമെങ്കിലും ഇവരുടെ ഈ ഒരു ജേണി കടന്നു പോകുന്നത് തന്നെ തോമസ് ഊട്ടിയിലൂടെയാണ്. വളരെ സ്മാർട്ടായ മഹാദേവനെയും തൻ്റെ കൂട്ടുകാരെയും നാട്ടുകാരെ മുഴുവനും മരിച്ചു എന്ന് വിശ്വസിപ്പിച്ച ഒരാൾ. പണത്തിന് പിന്നാലെ പോയെങ്കിലും തൻ്റെ സൗഹൃദമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ. ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ച റൈറ്റിംഗ് ലഭിച്ച ഒരു ക്യാരക്ടർ അത് തോമസ് ഊട്ടിയാണ്. അവസാനത്തേത് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനാണോ ഏറ്റവും സ്മാർട്ടായത്? അല്ല. ദേഷ്യം വരുന്ന ആൾ? അല്ല. ഏറ്റവും മികച്ച റൈറ്റിംഗ് കിട്ടിയത്? അതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അപ്പുക്കുട്ടൻ ഫേവറേറ്റ് ആയത്? ഈ 4 പേരിൽ അപ്പുക്കുട്ടനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. തൻ്റെ കൂട്ടുകാരാണ് തൻ്റെ ശക്തിയെന്നും അവരില്ലെങ്കിൽ താനില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പുക്കുട്ടൻ. എല്ലാവരും തോമസ് കുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴും തോമസ് കുട്ടിയുടെ കൂടെ നിന്നത് അപ്പുക്കുട്ടൻ മാത്രമായിരുന്നു. തൻ്റെ ഫാമിലിയേക്കാളും തൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്ന ഒരാൾ. ദേഷ്യം വരാത്ത, വഴക്കുണ്ടാക്കാത്ത, ഒരുപാട് ബുദ്ധിയില്ലാത്ത, എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം കുഴിയിൽ ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടർ. ഇവർ 4 പേരിൽ എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ക്യാരക്ടർ അപ്പുക്കുട്ടനാണ്.